ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ട് T20ക്ക് വേണ്ടിയാണ്. ജനുവരി 22-ന് രാത്രി 7 മണിക്കാണ് ആദ്യ T20. ഇംഗ്ലണ്ടുമായിട്ട് ഇന്ത്യ 5 T20 കളിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അതിനു മുൻപായിട്ട് സഞ്ജുവിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തിരിക്കുകയാണ്. സഞ്ജു ഇന്ന് സിക്സറുകൾ പായിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ് വരാനിരിക്കുന്നത്. T20യിൽ സഞ്ജു സ്ഥിരമായി കഴിഞ്ഞു. ഇന്ത്യയുടെ മെയിൻ ഓപ്പണർ സഞ്ജുവാണ്. രോഹിത് ശർമ്മയുടെ പകരക്കാരൻ സഞ്ജുവാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇംഗ്ലണ്ട് T20ക്ക് മുൻപായിട്ട് സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചിരിക്കുകയാണ്. സഞ്ജു ഇപ്പോൾ UAE-യിലെ ഷാർജ സ്റ്റേഡിയത്തിലാണ്. സഞ്ജുവിന് പ്രത്യേക പരിശീലനമാണ് കോച്ച് ഗംഭീർ കൊടുത്തിരിക്കുന്നത്. ഇന്ന് സഞ്ജു ഷാർജ സ്റ്റേഡിയത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട്. സിക്സറുകളും ഫോറുകളും സഞ്ജു തലകവിലങ്ങും അടിച്ചു കൂട്ടുകയാണ്. സഞ്ജുവിന്റെ കളി കണ്ട് ഇംഗ്ലണ്ട് വരെ പേടിച്ചുപോയി. കാരണം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് T20 ആണ്. സഞ്ജുവാണ് ഇന്ത്യയുടെ മെയിൻ ഓപ്പണർ. അതുകൊണ്ട് ഇംഗ്ലണ്ട് ടീമിന് ഭയമുണ്ട്. അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് സഞ്ജുവിനെയാണ്. ഇപ്പോഴത്തെ സഞ്ജു അടിച്ചു കളിച്ചപ്പോൾ ഇംഗ്ലണ്ട് ശരിക്കും സഞ്ജുവിനെ പൂട്ടാൻ പുതിയ തന്ത്രങ്ങൾ ഒരുക്കാനുള്ള തിരക്കിലാണ്. സഞ്ജുവിന് വിക്കറ്റ് നേടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇംഗ്ലണ്ട് ഈ സീരീസ് തോൽക്കുമെന്നത് അവർക്കറിയാം. സഞ്ജു 5 T20യിലും ഇന്ത്യയുടെ ഓപ്പണറായിരിക്കും. ഇംഗ്ലണ്ട് T20യിൽ സഞ്ജുവിന്റെ ഒരുപാട് സെഞ്ചുറികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സഞ്ജു UAE-യിലാണ് തകർത്തടിച്ചിരിക്കുന്നത്. സഞ്ജുവിനെ വളർത്തിയെടുക്കാൻ തന്നെയാണ് ഗംഭീറിന്റെ പരിപാടി. അല്ലെങ്കിൽ സഞ്ജുവിന് ഇങ്ങനെ പ്രത്യേക പരിശീലനം കൊടുക്കില്ല. പണ്ട് രവിശാസ്ത്രി കോച്ചായിരിക്കുന്ന സമയത്ത് ഋഷഭ് പന്തിന് ഇങ്ങനെ പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഗംഭീർ സഞ്ജുവിനെ പരിഗണിക്കുന്നത്. സഞ്ജു എന്തായാലും UAE സ്റ്റേഡിയത്തിൽ തകർത്തടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സഞ്ജുവിന്റെ അടുത്ത വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഇംഗ്ലണ്ട് ചെറിയ ടീമല്ല. അതുകൊണ്ട് ശരിക്ക് കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.